യൂത്തിൻ്റെ പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു. അതിന് പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു ഫോർമലായിരുന്നു. ഭയങ്കര എന്താ പറയുക, സീക്രസി കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. മെയിനായിട്ട് ഇതിലെടുത്ത് പറയേണ്ടത് മമ്മൂക്കയുടെ ക്യാരക്ടറിനെ കുറിച്ച് ചോദിച്ചാൽ ഒരു പഴയ കാലത്തൊരു ക്യാരക്ടറാണ്. ഹിസ്റ്ററിയിൽ എവിടെയോ ജീവിച്ചിരുന്നൊരു ക്യാരക്ടർ. അതാണ് ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നത് പുള്ളിക്കാരൻ്റെ പേരിനെ ചൊല്ലിയിട്ട്. അപ്പോൾ അതായത് കുഞ്ചമൻ പോറ്റി എന്നാണ് ഈ ക്യാരക്ടറിൻ്റെ പേര്. അപ്പോൾ അത് ഏതൊരു തറവാടില്ലം അങ്ങനെ ഒരു പേരിൽ ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അവർ കൊണ്ട് കേസൊക്കെ കൊടുത്തു. അപ്പോൾ ആ പേര് മാറ്റിച്ച് കുടുംബം പോറ്റി മാറ്റി. ചെറിയ ഇഷ്യൂ അത് സോൾവ് ചെയ്തു. അപ്പോൾ എന്തായാലും നാളേക്ക് കാണാം എന്താണ് അവസ്ഥ. എന്തായാലും ഒരു കാര്യം പറഞ്ഞത്, ഒന്നും പ്രതീക്ഷിക്കാതെ ബ്ലാങ്ക് മൈൻഡിൽ പോയി കണ്ടാൽ ഇഷ്ടപ്പെടുന്ന ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. മറ്റേ അർജുൻ അശോകൻ സിദ്ധാർത്ഥ ഭരതൻ കൂടിയിട്ടുള്ള. ഇവർ ഇൻ്റർവ്യൂ കൊടുക്കാത്തത് നന്നായി എന്നാണ് പറയും. കാരണം ഇതിൽ ഇത്രയും ചെറിയ ഇൻഫർമേഷൻ റിവീൽ ചെയ്തതെന്ന് തന്നെ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലായി. ദിസ് ഈസ് ഗോണ ബി ഹ്യൂജ്. പക്ഷേ ഒരു കാര്യം വിറ്റായിരുന്നു, മറ്റേ നമ്മുടെ ഉണ്ണി വ്ളോഗ്സിനെ പറ്റി അർജുൻ പറഞ്ഞത്, അത് വിറ്റായിരുന്നു. കാരണം മമ്മൂക്കയുടെ തലേൻ്റെ അടുത്ത് അർജുൻ അശോകൻ്റെ തല വന്നത് ഭയങ്കര അസൂയ ഉണ്ടാക്കി ഉണ്ണി പറഞ്ഞത് അർജുൻ അശോകൻ കണ്ടിട്ട് അത് ഇൻ്റർവ്യൂവിൽ പറയണ്ടേ. ഇതിൽ സിനിമാ മോഹികളായിട്ടുള്ള ആൾക്കാർ നമ്മുടെ ചുറ്റും ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ പലരും പറഞ്ഞത് എനിക്ക് അസൂയ തോന്നുകയാണ്, അർജുൻ അശോകനോട് ഇപ്പം എനിക്ക് അസൂയയാണ്, ദാറ്റ് ഇങ്ങനത്തെ ഒരു സിനിമയുടെ പാർട്ടാവാൻ അയാൾക്ക് സാധിച്ചു എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഉണ്ണി വ്ളോഗ്സ് പറഞ്ഞിട്ടുണ്ട്. അതെ, അപ്പോൾ കേട്ടപ്പോൾ സുഖം. കാരണം അതൊരു അടിപൊളി അച്ചീവ്മെൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യണം. കാരണം വെച്ചാൽ മമ്മൂക്കയുടെ തല അപ്പോൾ തമ്നയിലുണ്ടായി ട്രെയിലറിൻ്റെ. അപ്പോൾ അതിന് ചുറ്റും തലേൻ്റെ വെച്ചിട്ടാണ് അത് തമ്മിൽ കാണണം. അപ്പൊ തന്നെ കലക്കി വന്നായിരുന്നു. ഭയങ്കര വിറ്റായിരുന്നു. ട്രെയിലർ ഡീകോഡിങ്ങും ഏകദേശം സിമിലറാണ്, കഥകൾ സിമിലർ ആയിട്ടാണെന്നൊക്കെയാണ് പറയുന്നത്. ആകെ ട്രിപ്പിലാണെന്നുള്ളൊരു ഫീലാണ്. ഇടയ്ക്ക് ആൾ ഞെട്ടിയടിക്കുന്നു, വേറെ ഏതൊക്കെ ലോകത്ത് നിന്ന് എണീച്ച് വരുന്നു. ഉണ്ണി വ്ളോഗ്സ് ഒരു കഥയൊക്കെ പറഞ്ഞു. അല്ല, നമ്മൾക്ക് തോന്നുന്നത് മൂപ്പര് പറയുമ്പോ നമുക്ക് ഓട്ടോമാറ്റിക്കലി യെസ് കറക്റ്റ് ആണ് എന്നുള്ളത് തോന്നും. അത് സിനിമ കാണുമ്പോൾ കണക്ട് ആവും. ഓക്കെ, അത് നമുക്ക് നാളെ എക്സ്പീരിയൻസ് ചെയ്യാം. എനിവേ, ഹോപ്പിംഗ് ടു ബി ഗ്രേറ്റ് ഫിലിം.